നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വർക്ക്ഷീറ്റിൽ എങ്ങനെ ഡാറ്റ രേഖപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ്. ഒരു വർക്ക്ഷീറ്റിൽ ഡാറ്റ രേഖപ്പെടുത്തുന്നതിന് 3 മെത്തേഡുകളാണുള്ളത്. ഒന്ന്, കീബോർഡ് ഉപയോഗിച്ച് വർക്ക്ഷീറ്റിൽ ഡാറ്റ രേഖപ്പെടുത്താം. രണ്ടാമത്തത്, ഡാറ്റ ഫിൽ സംവിധാനം ഉപയോഗിച്ച വർക്ക്ഷീറ്റിൽ ഡാറ്റ രേഖപ്പെടുത്താം. മൂന്നാമത്തത്, മറ്റു സോഫ്റ്റ്വെയറുകളിൽ നിന്നും ഡാറ്റ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഇതിൽ ആദ്യ 2 മെത്തേഡുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ സോഴ്സസ്. ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ സോഴ്സസ്, മറ്റു സോഴ്സുകളിൽ നിന്നും ഡാറ്റ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നു. മറ്റു സ്രോതസ്സുകളിൽ നിന്നും ഡാറ്റ കൊണ്ടുവരുന്നു. We can import data into LibreOffice Calc from other sources. മറ്റു സ്രോതസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ഉറവിടങ്ങളിൽ നിന്നും LibreOffice കാൽക്കിലേക്ക് ഡാറ്റ നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറ്റു സോഴ്സുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സ്രോതസ്സുകളിൽ നിന്നും ഡാറ്റ LibreOffice കാൽക്കിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. This data file may be either in text file or non-text file format. This data file may be either in text file or non-text file format. ഈ ഡാറ്റ ഫയൽ ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റിലോ അല്ലെങ്കിൽ നോൺ ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റിലോ ആകാം. ടു ഇമ്പോർട്ട് ദി ഡാറ്റ ഫ്രം എ ടെക്സ്റ്റ് ഫയൽ, സം സ്റ്റെപ്സ് ആർ നീഡഡ്. ഒരു ടെക്സ്റ്റ് ഫയലിൽ നിന്നും ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ചില സ്റ്റെപ്പുകൾ ആവശ്യമാണ്. ടു ഇമ്പോർട്ട് ഡാറ്റ ഫ്രം എ ടെക്സ്റ്റ് ഫയൽ, സം സ്റ്റെപ്സ് ആർ നീഡഡ്. ഒരു ടെക്സ്റ്റ് ഫയലിൽ നിന്നും ഡാറ്റ LibreOffice കാൽക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ചില സ്റ്റെപ്പുകൾ ആവശ്യമാണ്. ഈ സ്റ്റെപ്പുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യ സ്റ്റെപ്പ്, ക്രിയേറ്റ് ഡാറ്റ ഫയൽ യൂസിങ് ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ. ക്രിയേറ്റ് ഡാറ്റ ഫയൽ യൂസിങ് ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ. ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡാറ്റ ഫയൽ ഉണ്ടാക്കുക. ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡാറ്റ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിന് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്, ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കണം. ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ആക്സസറീസ് ടെക്സ്റ്റ് എഡിറ്റർ. അപ്ലിക്കേഷൻ ആക്സസറീസ് ടെക്സ്റ്റ് എഡിറ്റർ. അപ്ലിക്കേഷനിലെ ആക്സസറീസിലുള്ള ടെക്സ്റ്റ് എഡിറ്റർ തിരഞ്ഞെടുക്കുക. അപ്ലിക്കേഷനിലെ ആക്സസറീസിലുള്ള ടെക്സ്റ്റ് എഡിറ്റർ തിരഞ്ഞെടുക്കുക. ആ സമയം ഒരു പുതിയ ബ്ലാങ്ക് ഫയൽ ഓപ്പൺ ആകുന്നു. ഇങ്ങനെ അപ്ലിക്കേഷനിലെ ആക്സസറീസിലുള്ള ടെക്സ്റ്റ് എഡിറ്റർ നമ്മൾ സെലക്ട് ചെയ്താൽ ഒരു പുതിയ ബ്ലാങ്ക് ഫയലാണ് ഓപ്പൺ ആകുന്നത്. ആ ഫയലിലാണ് നമ്മൾ ഡാറ്റ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, എൻ്റർ ഡാറ്റ ഇൻ ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീൻ. ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീനിൽ ഡാറ്റ രേഖപ്പെടുത്തുക. ആദ്യം ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുക. ആ സമയം നമുക്കൊരു ബ്ലാങ്ക് ഫയലാണ് ഓപ്പൺ ആകുന്നത്. ഓക്കെ, അപ്ലിക്കേഷൻ ആക്സസറീസ് ടെക്സ്റ്റ് എഡിറ്റർ, അതായത് അപ്ലിക്കേഷനിലെ ആക്സസറീസിലുള്ള ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യുക. ആ സമയം ഒരു ബ്ലാങ്ക് ഫയൽ ഓപ്പൺ ആകുന്നു. അതെങ്ങനെയാണ് ഓപ്പൺ ആകുന്നത് എന്ന് നോക്കുക. application
ആക്സസറീസ്, ടെക്സ്റ്റ് എഡിറ്റർ. ആ സമയം ഒരു ബ്ലാങ്ക് ഫയൽ ഓപ്പൺ ആകുന്നു. ഇവിടെയാണ് നമ്മൾ ഡാറ്റ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ഡാറ്റ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത്. ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീനിൽ ഇതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീനിൽ എങ്ങനെയാണ് ഡാറ്റ രേഖപ്പെടുത്തുക? ഇൻ ദി ഫസ്റ്റ് ലൈൻ enter the column heads needed in the spreadsheet. In the first line enter the column heads needed in the spreadsheet. ആദ്യ ലൈനിൽ, ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീനിലെ ആദ്യ ലൈനിൽ സ്പ്രെഡ്ഷീറ്റിൽ ആവശ്യമായ കോളം ഹെഡ്സ്, കോളം തലക്കെട്ടുകൾ രേഖപ്പെടുത്തുക. സ്പ്രെഡ്ഷീറ്റിൽ ആവശ്യമായിട്ടുള്ള കോളം ഹെഡ്സ് ഏതാണോ ആ കോളം ഹെഡ്സുകൾ രേഖപ്പെടുത്തുക എന്നതാണ് ആദ്യ ലൈനിൽ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യ ലൈനിൽ കോളം ഹെഡുകൾ കോമ ഉപയോഗിച്ച് ക്രമമായി രേഖപ്പെടുത്തുക. ഇവ സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറുമ്പോൾ ഒരേ വരിയിൽ, ഒരേ റോയിൽ വിവിധ നിരകൾ അല്ലെങ്കിൽ വിവിധ കോളങ്ങളായി ഇത് പ്രത്യക്ഷപ്പെടും. ഒരേ റോയിലുള്ള കോളങ്ങളായിട്ടാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യ ലൈനിൽ സ്പ്രെഡ്ഷീറ്റിൽ ആവശ്യമായ കോളം ഹെഡ്സ് രേഖപ്പെടുത്തുക. ആദ്യത്തെ ലൈനിൽ കോളം ഹെഡുകൾ കോമ ഉപയോഗിച്ച് ക്രമമായി രേഖപ്പെടുത്തുക. ഇവ സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറുമ്പോൾ ഒരു റോയിലെ വിവിധ നിരകൾ അല്ലെങ്കിൽ വിവിധ കോളങ്ങളായി ഇത് പ്രത്യക്ഷപ്പെടും. In the next line onwards, enter the data as per the column heads given in the first line. In the next line onwards, enter the data as per the column heads given in the first line. രണ്ടാമത്തെ കോളം മുതൽ ആദ്യ ലൈനിൽ നൽകിയ കോളം ഹെഡുകൾക്ക് അനുസരിച്ച് ഡാറ്റ രേഖപ്പെടുത്തുക. ആദ്യ ലൈനിൽ നമ്മൾ കോളം ഹെഡ്സ് കോമ ഉപയോഗിച്ച് രേഖപ്പെടുത്തി. ഇനി ആ രേഖപ്പെടുത്തിയ കോളം ഹെഡുകൾക്കനുസരിച്ച് ഡാറ്റ രണ്ടാമത്തെ ലൈൻ മുതൽ രേഖപ്പെടുത്തുക. ആദ്യ ലൈനിൽ രേഖപ്പെടുത്തിയ കോളം ഹെഡുകൾക്കനുസരിച്ച് ഡാറ്റ രേഖപ്പെടുത്തുക. Each entry should be separated by using comma. കോമ ഉപയോഗിച്ച് ഓരോ എൻട്രിയും നമ്മൾ വേർതിരിക്കണം. ഓക്കെ, കോമ ഉപയോഗിച്ച് ഓരോ എൻട്രിയും സെപ്പറേറ്റ് ചെയ്യണം. One line of text file is a row of a spreadsheet. One line of text file is a row of a spreadsheet. ടെക്സ്റ്റ് ഫയലിലെ ഒരു ലൈൻ സ്പ്രെഡ്ഷീറ്റിലെ ഒരു റോയാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഫയലിൽ 10 ലൈൻ ഉണ്ടെങ്കിൽ നമ്മളത് കാൽക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് 10 റോ ആയിട്ടാണ് വരിക. അപ്പോൾ ടെക്സ്റ്റ് ഫയലിലെ ഒരു ലൈൻ എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റിലെ അല്ലെങ്കിൽ കാൽക്കിലെ ഒരു റോയാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ്, ആഫ്റ്റർ ദി ഡാറ്റ എൻട്രി സേവ് ദ ഫയൽ. ഡാറ്റകൾ രേഖപ്പെടുത്തിയതിന് ശേഷം ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്യുക. ആഫ്റ്റർ ദി ഡാറ്റ എൻട്രി സേവ് ദ ഫയൽ. സേവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണ്? സെലക്ട് ദി ഫയൽ സേവ് ആസ് ഫ്രം മെനു ബാർ. മെനു ബാറിൽ നിന്നും ഫയൽ സേവ് ആസ് സെലക്ട് ചെയ്യുക. മെനു ബാറിൽ നിന്നും ഫയൽ സേവ് ആസ് സെലക്ട് ചെയ്യുക. ദെൻ സേവ് ആസ് വിൻഡോ അപ്പിയേഴ്സ്. ആ സമയം സേവ് ആസ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. ഡാറ്റ എൻട്രിക്ക് ശേഷം ഈ ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്യണം. അതിനുവേണ്ടി മെനു ബാറിൽ നിന്നും ഫയൽ സേവ് ആസ് സെലക്ട് ചെയ്യുക. ആ സമയം സേവ് ആസ് വിൻഡോ പ്രത്യക്ഷപ്പെടും. നെക്സ്റ്റ് സ്റ്റെപ്പ്, എൻ്റർ ദി നെയിം ഓഫ് ഫയൽ ഇൻ നെയിം ഫീൽഡ്. എൻ്റർ ദി നെയിം ഓഫ് ഫയൽ ഇൻ നെയിം ഫീൽഡ്. സേവ് ആസ് വിൻഡോയിലെ നെയിം ഫീൽഡിൽ നമ്മുടെ ടെക്സ്റ്റ് ഫയലിൻ്റെ പേര് രേഖപ്പെടുത്തുക. എൻ്റർ ദി നെയിം ഓഫ് ടെക്സ്റ്റ് ഫയൽ ഇൻ നെയിം ഫീൽഡ്. നെയിം ഫീൽഡിൽ ടെക്സ്റ്റ് ഫയലിൻ്റെ പേര് രേഖപ്പെടുത്തുക. തുടർന്ന് സെലക്ട് ദി ലൊക്കേഷൻ. സെലക്ട് ദി ലൊക്കേഷൻ. ഈ ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്യുന്ന ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് ക്ലിക്ക് ഓൺ സേവ് ബട്ടൺ. ഫൈനലി ക്ലിക്ക് ഓൺ സേവ് ബട്ടൺ. അവസാനമായി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ഇതോടുകൂടി ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കിയതായി നമുക്ക് കണക്കാക്കാം. ഇതോടുകൂടി ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്താണ് ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീൻ ഓപ്പൺ ആക്കുക എന്നാണ്. അതിൻ്റെ സ്റ്റെപ്പ് അപ്ലിക്കേഷൻ ആക്സസറീസ് ടെക്സ്റ്റ് എഡിറ്റർ. ആ സമയം ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീൻ നമുക്ക് മുമ്പാകെ വന്നു. അവിടെ ആദ്യ ലൈനിൽ സ്പ്രെഡ്ഷീറ്റിൽ ആവശ്യമുള്ള കോളം ഹെഡ്സ് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ലൈൻ മുതൽ ഒന്നാമത്തെ ലൈനിൽ രേഖപ്പെടുത്തിയ കോളം ഹെഡുകൾക്ക് അനുസരിച്ച് ഡാറ്റ രേഖപ്പെടുത്തുക. ഓരോ എൻട്രിക്കും ശേഷം കോമ ഉപയോഗിക്കണം. ടെക്സ്റ്റ് ഫയലിലെ ഒരു ലൈൻ സ്പ്രെഡ്ഷീറ്റിലെ ഒരു റോയാണ്. ഇങ്ങനെ ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ രേഖപ്പെടുത്തിയതിന് ശേഷം ഈ ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീൻ സേവ് ചെയ്യുക. അതിനായി മെനു ബാറിലെ ഫയൽ സേവ് ആസ് സെലക്ട് ചെയ്യുക. ആ സമയം സേവ് ആസ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. സേവ് ആസ് വിൻഡോയിലുള്ള നെയിം ഫീൽഡിൽ നമ്മുടെ ടെക്സ്റ്റ് ഫയലിൻ്റെ പേര് രേഖപ്പെടുത്തുക. ആ ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. അവസാനമായി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീനിൽ എങ്ങനെ ഡാറ്റ നമ്മൾ രേഖപ്പെടുത്തുന്നു എന്ന് ഈ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യ ലൈനിൽ സ്പ്രെഡ്ഷീറ്റിൽ ആവശ്യമായ കോളം ഹെഡുകൾ രേഖപ്പെടുത്തുക. ആദ്യ ലൈനിൽ കോളം ഹെഡ്സ് രേഖപ്പെടുത്തുക. ഓരോ കോളം ഹെഡിനും ശേഷം കോമ ഉപയോഗിക്കണം. രണ്ടാമത്തെ ലൈൻ മുതൽ ആദ്യ ലൈനിൽ രേഖപ്പെടുത്തിയ കോളം ഹെഡുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഡാറ്റ രേഖപ്പെടുത്തുക. ഡാറ്റ എൻട്രിക്ക് ശേഷം ഈ ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്യുക. ഫയൽ സേവ് ആസ്. ആ സമയം സേവ് ആസ് വിൻഡോ വന്നു. സേവ് ആസ് വിൻഡോയിലെ നെയിം ഫീൽഡിൽ ടെക്സ്റ്റ് ഫയലിൻ്റെ പേര് രേഖപ്പെടുത്തുക. തുടർന്ന് സേവ് ചെയ്യുന്ന ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അവസാനമായി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ടെക്സ്റ്റ് ഫയലിൽ നിന്നും കാൽക്കിലേക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ ചില സ്റ്റെപ്പുകൾ ആവശ്യമാണ്. ടു ഇമ്പോർട്ട് ദി ഡാറ്റ ഫ്രം എ ടെക്സ്റ്റ് ഫയൽ സം സ്റ്റെപ്സ് ആർ റിക്വയർഡ്. എന്തൊക്കെയാണ് ഒരു ടെക്സ്റ്റ് ഫയലിൽ നിന്നും കാൽക്കിലേക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ? അതാണ് അവസാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഓപ്പൺ ദി കാൽക്ക്. കാൽക്ക് ഓപ്പൺ ചെയ്യുക. കാൽക്ക് ഓപ്പൺ ചെയ്യുക. അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക്. അപ്ലിക്കേഷനിലെ ഓഫീസിൽ നിന്നും ലിബ്രെ ഓഫീസ് കാൽക്ക് സെലക്ട് ചെയ്യുക. ആ സമയം ഒരു ബ്ലാങ്ക് വർക്ക് ഷീറ്റ് പ്രത്യക്ഷപ്പെടുന്നു. ദെൻ എ ബ്ലാങ്ക് വർക്ക് ഷീറ്റ് അപ്പിയേഴ്സ്. Then a blank worksheet appears. ആ സമയം ഒരു ബ്ലാങ്ക് വർക്ക് ഷീറ്റ് പ്രത്യക്ഷപ്പെടുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ചൂസ് ഇൻസേർട്ട്
sheet from file from menu bar. Choose or select insert sheet from file from menu bar. Menu baril ninnum insert sheet from file select ചെയ്യുക. Menu baril ninnum insert sheet from file select ചെയ്യുക. Then insert dialog box appears. ആ സമയം ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. കാൽക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് വർക്ക് ഷീറ്റാണ് നമുക്ക് മുമ്പാകെ വരിക. ഇനി മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് ഷീറ്റ് ഫ്രം ഫയൽ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് ആണ് പ്രത്യക്ഷപ്പെടുന്നത്. സെലക്ട് ദി ടെക്സ്റ്റ് ഫയൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയലോഗ് ബോക്സ് ദാറ്റ് അപ്പിയേഴ്സ്. പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിന്റെ സഹായത്തോടുകൂടി ടെക്സ്റ്റ് ഫയൽ തിരഞ്ഞെടുക്കുക. ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെട്ടു. ആ ഇൻസേർട്ട് ഡയലോഗ് ബോക്സിന്റെ സഹായത്തോടുകൂടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക ആൻഡ് പ്രസ് ഓപ്പൺ ബട്ടൺ. തുടർന്ന് ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോ അപ്പിയേഴ്സ്. ആ സമയം ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. ആ സമയം ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. ക്ലിക്ക് ഓക്കെ ഇൻ ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോ. ആ പ്രത്യക്ഷപ്പെട്ട ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോയിൽ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട വിൻഡോയുടെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. Then insert sheet window appears in the screen. ആ സമയം സ്ക്രീനിൽ ഇൻസേർട്ട് ഷീറ്റ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. ആ സമയം ഇൻസേർട്ട് ഷീറ്റ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. Again click OK button in the insert sheet window. വീണ്ടും ഇൻസേർട്ട് ഷീറ്റ് വിൻഡോയിൽ OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഷീറ്റ് വിൻഡോയിൽ OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് പ്രത്യക്ഷമായിരിക്കും? വർക്ക് ഷീറ്റിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ പ്രത്യക്ഷമായിരിക്കും. ദെൻ ഇമ്പോർട്ടഡ് ഡാറ്റ വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ദി വർക്ക് ഷീറ്റ്. ഇമ്പോർട്ട് ചെയ്ത ഡാറ്റ ആ സമയം വർക്ക് ഷീറ്റിൽ പ്രത്യക്ഷമായിരിക്കും. അങ്ങനെ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കി ആ ടെക്സ്റ്റ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ത്? ആദ്യം കാൽക്ക് ഓപ്പൺ ആക്കുക. കാൽക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് വർക്ക് ഷീറ്റാണ് പ്രത്യക്ഷപ്പെടുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് ഷീറ്റ് ഫ്രം ഫയൽ സെലക്ട് ചെയ്യുക. ആ സമയം ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് ആണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഡയലോഗ് ബോക്സിന്റെ സഹായത്തോടു കൂടി നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. തുടർന്ന് ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയം ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോ പ്രത്യക്ഷപ്പെടും. ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോ പ്രത്യക്ഷപ്പെടും. ആ ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോയിലെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോയിലെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയം ഇൻസേർട്ട് ഷീറ്റ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. ഇൻസേർട്ട് ഷീറ്റ് വിൻഡോയിൽ വീണ്ടും ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയം നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ടെക്സ്റ്റ് ഫയൽ കാൽക്കിൽ അല്ലെങ്കിൽ വർക്ക് ഷീറ്റിൽ പ്രത്യക്ഷമായിരിക്കും. ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി ഇത് നമുക്ക് പരിശോധിക്കാം. കാൽക്ക് ഓപ്പൺ ആക്കുക. ഒരു ബ്ലാങ്ക് വർക്ക് ഷീറ്റ് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് ഷീറ്റ് ഫ്രം ഫയൽ സെലക്ട് ചെയ്യുക. ആ സമയം ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെട്ടു. ഈ ഇൻസേർട്ട് ഡയലോഗ് ബോക്സിൽ നിന്നും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. തുടർന്ന് ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയം ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോ പ്രത്യക്ഷപ്പെട്ടു. ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോ പ്രത്യക്ഷപ്പെട്ടു. ഈ ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോയിലെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ടെക്സ്റ്റ് ഇമ്പോർട്ട് വിൻഡോയിലെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഷീറ്റ് വിൻഡോ പ്രത്യക്ഷപ്പെട്ടു. ഇൻസേർട്ട് ഷീറ്റ് വിൻഡോ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയം ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ആ ഡാറ്റ കാൽക്കിലേക്ക് വന്നതായി നമുക്ക് കാണാം. കാൽക്കിൽ വന്നതായി കാണാം. ഓക്കെ, താങ്ക് യു.